മാർക്കോണിക്ക് മുൻപ് തന്നെ റേഡിയോ കണ്ടുപിടിച്ചൊരു വ്യക്തി, തോമസ് എഡിസണിനെ സാങ്കേതികപരമായി മുട്ടുകുത്തിച്ച പ്രതിഭ, നമ്മുടെ ചിന്തകളുടെ ഫോട്ടോ എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ദീർഘദർശി, ലോകത്തിലെ ആദ്യത്തെ റിമോട്ട് കൺട്രോൾ നിർമ്മിച്ച മാന്ത്രികൻ, യുദ്ധം തന്നെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഡെത്ത് ബീം എന്നൊരു ആയുധം തൻ്റെ കയ്യിലുണ്ട് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യൻ, ഭാവനയുടെ ചിറകുകളിൽ പറന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് നിക്കോള ടെസ്ല. നമ്മൾ ഇന്ന് വീടുകളിൽ ഉപയോഗിക്കുന്ന AC കറണ്ടിൻ്റെ പ്രാധാന്യം ലോകത്തിന് കാട്ടിക്കൊടുത്ത വ്യക്തി. പക്ഷേ ടെസ്ല AC കറണ്ട് കണ്ടുപിടിച്ചു എന്ന ഒറ്റ വാചകം കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സൂചിപ്പിച്ചാൽ അത് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളോടുമുള്ളൊരു വലിയ നീതികേടായിരിക്കും. ആ കണ്ടുപിടുത്തത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ആദ്യം വൈദ്യുതിയുടെ 2 മുഖങ്ങളെ അടുത്തറിയണം. നമ്മുടെ ചുറ്റും കാണുന്നതെല്ലാം ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. ഈ ആറ്റങ്ങളുടെ പുറംപാളിയിലുള്ള ഇലക്ട്രോണുകൾക്ക് എളുപ്പത്തിൽ ഒഴുകി നടക്കാനുള്ള ശേഷിയുണ്ട്. ചാർജുകളുള്ള ഈ കണങ്ങളുടെ ഒഴുക്കിനെയാണ് നമ്മൾ സാധാരണ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഈ ഒഴുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ഡയറക്റ്റ് കറണ്ട് അഥവാ DC. ഇവിടെ ചാർജുള്ള കണികകൾ ഒരേ ദിശയിലേക്ക് മാത്രം സ്ഥിരമായി ഒഴുകുന്നു. നമ്മുടെ ബാറ്ററികളിൽ സംഭരിക്കുന്നത് ഈ DC കറണ്ടാണ്. രണ്ടാമത്തേതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC. ഇവിടെ ചാർജുള്ള കണികകൾ ഒരേ ദിശയിലല്ല, മറിച്ച് സെക്കൻഡിൽ തന്നെ പല തവണ മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിലെ പ്ലഗുകളിൽ എത്തുന്നത് ഈ AC കറണ്ടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എത്ര ദൂരേക്ക് കൊണ്ടുപോയാലും ഊർജ്ജ നഷ്ടം താരതമ്യേന കുറവായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ കഥ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അമേരിക്കൻ വ്യാവസായിക ലോകം വളർച്ചയുടെ പാരമ്യത്തിൽ നിൽക്കുന്നു. നഗരങ്ങൾക്കും കൂറ്റൻ ഫാക്ടറികൾക്കും പ്രവർത്തിക്കാൻ വൈദ്യുതി ആവശ്യമുണ്ട്. ആ കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാർ ആരായിരുന്നു എന്നറിയാമോ? മറ്റാരുമല്ല, ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ. ദൂരെയുള്ള പവർ സ്റ്റേഷനുകളിൽ നിന്നും വൈദ്യുതി എത്തിക്കാൻ എഡിസൺ മുന്നോട്ട് വെച്ച ആശയം തൻ്റെ DC കറണ്ട് സംവിധാനമായിരുന്നു. എന്നാൽ അതിനൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. വൈദ്യുതി ദൂരേക്ക് പോകും തോറും അതിൻ്റെ ശക്തി ചൂടായി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഓരോ കിലോമീറ്റർ ദൂരത്തിലും പുതിയ പവർ സ്റ്റേഷനുകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. ഈ സമയത്താണ് ഇന്നത്തെ ക്രൊയേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു യുവപ്രതിഭ അമേരിക്കയുടെ മണ്ണിൽ കാലുകുത്തുന്നത്. അദ്ദേഹമായിരുന്നു നിക്കോള ടെസ്ല. എഡിസണിൻ്റെ DC സംവിധാനത്തിൻ്റെ എല്ലാ പോരായ്മകൾക്കുമുള്ള ഉത്തരം ടെസ്ലയുടെ കയ്യിലുണ്ടായിരുന്നു. ആൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC ഉപയോഗിച്ചുകൊണ്ട് പവർ സ്റ്റേഷനുകളിൽ നിന്ന് വളരെ ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി ദൂരേക്ക് അയക്കാൻ സാധിക്കും. അങ്ങനെ അയക്കുമ്പോൾ ലക്ഷ്യസ്ഥാനത്ത് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് അതിനെ വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ വോൾട്ടേജിലേക്ക് മാറ്റാൻ സാധിക്കും. ഇതായിരുന്നു ടെസ്ലയുടെ സിമ്പിളായിട്ടുള്ള ഒരു ആശയം. ഇന്ന് ലോകം മുഴുവൻ വൈദ്യുതി വിതരണം ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. എന്നാൽ തൻ്റെ വൈദ്യുത സാമ്രാജ്യം തകരുമെന്ന് കണ്ട എഡിസൺ ആ സമയത്ത് വെറുതെ ഇരുന്നിരുന്നില്ല. അതൊരു ആശയപരമായ സംഘട്ടനത്തിൻ്റെയും പണക്കൊഴുപ്പിൻ്റെയും ഒരു തരം യുദ്ധമായിട്ടൊന്ന് മാറിയിരുന്നു. എഡിസൺ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കറായ JP മോർഗനുമായി ചേർന്ന് ജനറൽ ഇലക്ട്രിക് എന്ന ഭീമൻ കമ്പനിക്ക് രൂപം നൽകിയിരുന്നു. ടെസ്ലയാകട്ടെ ജോർജ് വെസ്റ്റിംഗ് ഹൗസ് എന്ന വ്യവസായിയുമായി കൈകോർത്തു. എഡിസൺ കളിച്ചത് വൃത്തികെട്ട കളികളായിരുന്നു. AC കറണ്ട് അതീവ അപകടകാരിയാണെന്ന് അദ്ദേഹം ഒരു വലിയ അപകീർത്തി പ്രചരണം തന്നെ അഴിച്ചുവിട്ടു. ആ നുണ സത്യമാണ് എന്ന് വരുത്തി തീർക്കാൻ തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കളെയും പൂച്ചകളെയും പോലെയുള്ള നിസ്സഹായരായ ജീവികളെ പിടിച്ച് ജനത്തിൻ്റെ മുന്നിലിട്ട് AC കറണ്ട് അടിച്ച് ഷോക്കടിപ്പിച്ച് കൊന്നുകളഞ്ഞു. AC എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ കറണ്ടാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. AC ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇലക്ട്രിക് ചെയർ നിർമ്മിച്ച് ആളുകളെ കൊല്ലുന്ന അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് വേണ്ടി എഡിസൺ രഹസ്യമായി പണം നൽകി സഹായിച്ചു. പക്ഷേ ഈ പോരാട്ടത്തിൻ്റെ വിധി നിർണയിച്ചത് 1893 ഷിക്കാഗോ ലോകമേളയായിരുന്നു. ചരിത്രത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണമായ ഇലക്ട്രിക് ലോകമേള. ഈ കൂറ്റൻ മേളയ്ക്ക് വെളിച്ചം നൽകാനുള്ള കരാറിനായി എഡിസൻ്റെ കമ്പനി വലിയൊരു തുകയാണ് ആ ഒരു സംഘാടക സമിതിക്ക് മുന്നോട്ട് വെച്ചത്. എന്നാൽ ടെസ്ലയുടെ AC സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതിലും വളരെ കുറഞ്ഞ ചിലവിൽ ആ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് വെസ്റ്റിംഗ് ഹൗസ് വാക്ക് നൽകി. കരാർ അങ്ങനെ വെസ്റ്റിംഗ് ഹൗസിന് കിട്ടി. ആ രാത്രി ലക്ഷക്കണക്കിന് ബൾബുകൾ ഒരുമിച്ച് കത്തിയപ്പോൾ ഷിക്കാഗോ നഗരം പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിന്നു. അതൊരു കാഴ്ചയായിരുന്നു. ടെസ്ലയുടെ AC എഡിസൻ്റെ DCയേക്കാൾ എത്രയോ മടങ്ങ് മികച്ചതാണെന്ന് ലോകം കൺമുന്നിലെന്ന് കണ്ടു. ഇതിന് പിന്നാലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചരിത്രപരമായ കരാറും ടെസ്ല വെസ്റ്റിംഗ് ഹൗസ് സഖ്യം സ്വന്തമാക്കി. ഒടുവിൽ എഡിസന്റെ സ്വന്തം കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന് പോലും തോൽവി സമ്മതിച്ച അവസാനം AC സാങ്കേതിക വിദ്യയിലേക്ക് മാറേണ്ടി വന്നു.
സാങ്കേതികമായി ആ യുദ്ധത്തിൽ ജയിച്ചത് ടെസ്ലയായിരുന്നു. എന്നാൽ ടെസ്ലയുടെ കഥ അവിടെ തീർന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് അതിരുകൾ ഉണ്ടായിരുന്നില്ല. AC കറണ്ടിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ 1000 സ്വപ്നങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. പക്ഷേ അടുത്ത കണ്ടുപിടുത്തത്തിലേക്ക് പോകും മുമ്പ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥ പറയാം. വൈദ്യുതിയുടെ ലോകം മാറ്റിമറിച്ച ടെസ്ല ഇലക്ട്രോണുകളുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വിയോജിപ്പുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളായിരുന്നു. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി എന്ന് ഇപ്പോൾ നമുക്കറിയാം. എന്നാൽ ടെസ്ല വിചാരിച്ചത് പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കണികകൾ ആറ്റങ്ങളാണെന്നും ആറ്റങ്ങളെ മുറിക്കാനാകില്ല എന്നും വൈദ്യുതി ഒഴുകുന്നത് ഈഥർ എന്നൊരു സാങ്കല്പിക മാധ്യമത്തിലൂടെയാണെന്നുമുള്ള പഴയ ആശയത്തിലായിരുന്നു. ഈഥറിനെയും റിലേറ്റിവിറ്റിയൊക്കെ കുറിച്ച് തൊട്ട് മുമ്പുള്ള ഒരു ലോങ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇലക്ട്രോണുകൾ എന്നൊന്നുണ്ടെങ്കിൽ തന്നെ അതൊരു സമ്പൂർണ്ണ ശൂന്യതയിൽ മാത്രമേ നിലനിൽക്കൂ എന്നും അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. ഈ ഒരു അവിശ്വാസം അദ്ദേഹത്തെ മറ്റൊരു വിചിത്രമായ നിഗമനത്തിലേക്ക് നയിച്ചു. ആറ്റത്തെ വിഘടിപ്പിക്കാൻ കഴിയില്ല. അണുശക്തി അഥവാ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്ന ആശയം തന്നെ ഒരു കെട്ടുകഥയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒരിക്കൽ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ടെസ്ല. ഈ അറ്റോമിക് എനർജി എന്ന് പറയുന്ന ആശയം ഒരു തെറ്റായ ധാരണയാണ്. പക്ഷേ അത് ആളുകളുടെ മനസ്സിൽ ശക്തിയായി വേരൂന്നിയത് കൊണ്ട് 25 വർഷമായി ഞാൻ അതിനെതിരെ പ്രസംഗിച്ചിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ചിലർ ഇപ്പോഴും ഉണ്ട് എന്ന്. നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കണം. ടെസ്ലയുടെ മറ്റൊരു കണ്ടുപിടുത്തം ഇന്ന് നമ്മുടെ എല്ലാം കയ്യിലുണ്ട്. അത് റിമോട്ട് കൺട്രോളാണ്. 1898 ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ ഒരു പ്രദർശനത്തിലാണ് ടെസ്ല ഇത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 4 അടി നീളമുള്ള ഒരു ചെറിയ ബോട്ട് അദ്ദേഹം കുളത്തിലേക്ക് ഇറക്കി. അതിന് വയറുകളോ മറ്റു ബന്ധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനക്കൂട്ടം നോക്കി നിൽക്കെ ടെസ്ലയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആ ബോട്ട് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ തിരിഞ്ഞു. അതിലെ ചെറിയ ലൈറ്റുകൾ തെളിയുകയും അണയുകയും ഒക്കെ ചെയ്തു. കണ്ടു നിന്നവർ കരുതിയത് അതൊരു മാജിക് ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ടെസ്ല തൻ്റെ മൈൻഡ് ഉപയോഗിച്ച് ബോട്ടിനെ നിയന്ത്രിക്കുകയാണ് എന്നൊക്കെയാണ്. എന്നാൽ അത് മാജിക്കൊന്നും അല്ല എന്ന് നമുക്കിപ്പോൾ അറിയാം. ശുദ്ധമായ സാങ്കേതിക വിദ്യയാണല്ലോ അത്. ലോകത്തിലെ ആദ്യത്തെ റിമോട്ട് കൺട്രോൾ ഉപകരണം അങ്ങനെ ടെസ്ല ലോകത്തിന് പരിചയപ്പെടുത്തി. അദ്ദേഹം അതിനെ ടെലി ഓട്ടോമേഷൻ എന്നാണ് വിളിച്ചത്. റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് ദൂരെ ഇരുന്ന ഒരു യന്ത്രത്തെ നിയന്ത്രിക്കുന്ന വിദ്യ. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം പേറ്റൻറ്റ് നേടിയെങ്കിലും 1898 ലോകത്തിന് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ പറ്റിയില്ല. റേഡിയോ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ടോർപിഡോകൾ പോലെയുള്ള സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തനിക്ക് പറ്റുമെന്നുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചെങ്കിലും ഗവൺമെൻറ്റുകൾ ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. ടെസ്ലയുടെ ആ ഒരു റവല്യൂഷണറി ആയിട്ടുള്ള ഐഡിയ ഒരു കൗതുക വസ്തുവായി മാത്രം ഒതുങ്ങി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ബഹിരാകാശ വാഹനങ്ങളിലും സാറ്റലൈറ്റുകളിലും ഇന്നത്തെ ഡ്രോണുകളിലുമൊക്കെയാണ് ഈ സാങ്കേതികവിദ്യ പൂർണ്ണമായും ഉപയോഗിക്കുന്നത്. ഇനി ടെസ്ലയുടെ മറ്റൊരാശയം, ഒരുപക്ഷെ നമുക്കത് ഭ്രാന്താണെന്ന് തോന്നും. സാധ്യമായിരുന്നെങ്കിൽ ലോകത്തിനെ തന്നെ കീഴ്മേൽ മറിക്കാൻ ശേഷിയുള്ള ഒന്ന്, മനുഷ്യൻ്റെ ചിന്തകളെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമം. ഇവിടെയാണ് ടെസ്ലയുടെ ഭാവനയുടെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത്. 1893 പരീക്ഷണങ്ങൾക്കിടെ അദ്ദേഹത്തിന് ഒരു ആശയം തോന്നി. ഒരാൾ മനസ്സിലൊരു ചിത്രം രൂപപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രതിബിംബം കണ്ണിൻ്റെ റെറ്റിനയിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് തെറ്റാണെന്ന് നമുക്കറിയാം. പക്ഷേ അനുയോജ്യമായൊരു ഉപകരണം ഉപയോഗിച്ച് ഈ പ്രതിബിംബത്തെ ഒരു സ്ക്രീനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ചിന്തകളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വിജയകരമായി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരാൾ സങ്കല്പിക്കുന്ന വസ്തുക്കൾ അതേപടി ഒരു സ്ക്രീനിൽ തെളിയുകയും അങ്ങനെ ഓരോ വ്യക്തിയുടെയും ചിന്തകൾ വായിക്കാൻ കഴിയുമെന്നും നമ്മുടെ മനസ്സുകളൊരു തുറന്ന പുസ്തകം പോലെയാകുമെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് ശേഷവും അദ്ദേഹം ഈ ആശയത്തിൽ ഉറച്ചു വിശ്വസിച്ചു. നമുക്കറിയാം, റെറ്റിനയിലല്ല ഇമേജ് രൂപപ്പെടുന്നത്. അങ്ങനെ ഇമേജ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല തലച്ചോറിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇന്ന് ന്യൂറോ സയൻസും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസുകളും ഒക്കെ ഉണ്ടല്ലോ. സോ നമ്മുടെ ചിന്തകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, കുറച്ചൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെസ്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ട സ്വപ്നം മറ്റൊരു തരത്തിൽ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടെസ്ലയുടെ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ കഥകൾ പോലെ തന്നെ ശക്തമാണ് അദ്ദേഹത്തിൽ നിന്ന് ഖ്യാതി തട്ടിയെടുത്ത കഥകളും. റേഡിയോയുടെ കഥ അതിലൊന്നാണ്. മാർക്കോണിയെ റേഡിയോയുടെ പിതാവായി ലോകം പറയുമ്പോൾ അതിന് പിന്നിലെ ടെസ്ലയുടെ അധ്വാനം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ആ കഥ തുടങ്ങുന്നത് ടെസ്ലയുടെ ഏറ്റവും വിസ്മയകരമായ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്നാണ്, ടെസ്ല കോയിൽ. ലോകം മുഴുവൻ വയറുകളില്ലാതെ വൈദ്യുതി എത്തിക്കുക എന്നുള്ളതായിരുന്നു ടെസ്ലയുടെ ഏറ്റവും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള താക്കോലായിരുന്നു ടെസ്ല കോയിൽ. അതൊരു സാധാരണ ഉപകരണമൊന്നും ആയിരുന്നില്ല. മിന്നൽ പിണറുകളെപ്പോലെ വൈദ്യുതി വില്ലുകൾ സൃഷ്ടിക്കാൻ കഴിവുള്ള, നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോയാലും അപകടമില്ലാത്ത, വയറുകളുടെ സഹായമില്ലാതെ ഫ്ലോറസെൻ്റ് ബൾബുകളെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ളൊരു യഥാർത്ഥ വിസ്മയമായിരുന്നു ടെസ്ല കോയിൽ.
തൻ്റെ ഈ പുതിയ ടെസ്ല കോയിലുകൾ ഉപയോഗിച്ച് മറ്റൊരു വിപ്ലവകരമായ കാര്യം കൂടി ചെയ്യാൻ കഴിയുമെന്ന് ടെസ്ല കണ്ടെത്തി. 2 കോയിലുകളെ ഒരേ ഫ്രീക്വൻസിയിലേക്ക്, അതായത് ഒരേ താളത്തിലേക്ക് ട്യൂൺ ചെയ്താൽ അവയ്ക്ക് ശക്തമായ റേഡിയോ സിഗ്നലുകളെ അയക്കാനും സ്വീകരിക്കാനും കഴിയും. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ വളരെ ദുർബലമായൊരു സിഗ്നലിനെ പോലും സ്വീകരിച്ച് അതിനെ 10 മടങ്ങ് വലുതാക്കാനുള്ള കഴിവ് ഈ കോയിലുകൾക്കുണ്ടായിരുന്നു. തൻ്റെ റേഡിയോയുടെ അടിസ്ഥാന ആശയം അദ്ദേഹം വികസിപ്പിച്ചത് ഇവിടെ നിന്നാണ്. 1895 80 കിലോമീറ്റർ ദൂരെയുള്ള വെസ്റ്റ് പോയിന്റിലേക്ക് ഒരു റേഡിയോ സിഗ്നൽ അയക്കാൻ ടെസ്ല തയ്യാറായി കഴിഞ്ഞിരുന്നു. ലോക ചരിത്രം തന്നെ മാറുന്ന ആ ഒരു നിമിഷത്തിന് തൊട്ടു മുമ്പ് ഒരു ദുരന്തം ഉണ്ടായി. ഒരു തീപിടുത്തത്തിൽ ടെസ്ലയുടെ ലബോറട്ടറി പൂർണ്ണമായും കത്തി നശിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉപകരണങ്ങളും ആ തീയിൽ വെണ്ണീറായി. അതിലും ഒരു മോശം സമയം ടെസ്ലയുടെ ജീവിതത്തിൽ വരാനുണ്ടായിരുന്നില്ല. കാരണം അതേ സമയത്താണ് ഇംഗ്ലണ്ടിൽ ഗുഗ്ലിയെൽമോ മാർക്കോണി എന്നൊരു യുവ ഇറ്റാലിയൻ വയർലെസ് ടെലിഗ്രാഫിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷ് ചാനലിന് കുറുകെ സിഗ്നലുകൾ അയക്കാൻ വേണ്ടി മാർക്കോണി ഉപയോഗിച്ച ഉപകരണം ഏതാണെന്നറിയാമോ? സാക്ഷാൽ ടെസ്ലയുടെ ഓസിലേറ്റർ. ടെസ്ല 1897 റേഡിയോയുടെ അടിസ്ഥാന പേറ്റൻറ്റുകൾക്കായി അപേക്ഷ നൽകി. 1900 അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇതിനുശേഷം മാർക്കോണി അമേരിക്കയിൽ പേറ്റൻറ്റിനായി അപേക്ഷിച്ചപ്പോൾ അത് പലതവണ നിരസിക്കപ്പെട്ടു. കാരണം ടെസ്ലയുടെ കണ്ടുപിടുത്തം നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. 1903 അമേരിക്കൻ പേറ്റൻറ്റ് ഓഫീസ് മാർക്കോണിയുടെ അപേക്ഷയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ സത്യത്തിൽ ചരിത്രരേഖയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ടെസ്ലയുടെ പേറ്റൻറ്റുകൾ നിലവിലിരിക്കെ മാർക്കോണിയുടെ പല വാദങ്ങളും അംഗീകരിക്കാനാകില്ല. ടെസ്ല ഓസിലേറ്ററിനെ കുറിച്ച് തനിക്കറിയില്ല എന്ന മാർക്കോണിയുടെ വാദവും പരിഹാസ്യമാണ്. കാരണം ആ വാക്കിന്ന് 2 ഭൂഖണ്ഡങ്ങളിലും ഒരു സാധാരണ വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വ്യക്തമായിരുന്നിട്ടും പിന്നെ എങ്ങനെയാണ് മാർക്കോണി വിജയിച്ചത്? ഉത്തരം ലളിതമാണ്: പണവും സ്വാധീനവും. മാർക്കോണിയുടെ കുടുംബത്തിന് ഇംഗ്ലീഷ് പ്രഭുക്കരുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. സാക്ഷാൽ തോമസ് എഡിസണും ആൻഡ്രൂ കാർഗണിയും മാർക്കോണിയുടെ കമ്പനിയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. 1901 അറ്റ്ലാന്റിക് സമുദ്രത്തിന് കുറുകെ ആദ്യമായി ഒരു സിഗ്നൽ അയച്ചതായി മാർക്കോണി പ്രഖ്യാപിച്ചതോടെ ലോകം അദ്ദേഹത്തെ റേഡിയോയുടെ പിതാവായി വാഴ്ത്തി. ഇതറിഞ്ഞപ്പോൾ ടെസ്ലയുടെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു, മാർക്കോണി നിങ്ങളെ തോൽപ്പിച്ചെന്ന് തോന്നുന്നു. ടെസ്ലയുടെ മറുപടി ഇതായിരുന്നു: മാർക്കോണി ഒരു നല്ല ചെറുപ്പക്കാരനാണ്, അവൻ തുടരട്ടെ. അവൻ എൻ്റെ 17 പേറ്റൻറ്റുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ടെസ്ലയുടെ ആ ആത്മവിശ്വാസം തകർന്നു പോയത് 1904 ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ പേറ്റൻറ്റ് ഓഫീസ് തങ്ങളുടെ പഴയ തീരുമാനങ്ങളെല്ലാം മാറ്റി റേഡിയോയുടെ പേറ്റൻറ്റ് മാർക്കോണിക്ക് നൽകി. ഇതിനു പിന്നിൽ മാർക്കോണി ശക്തമായ രീതിയിൽ അവരെ സാമ്പത്തികമായി സ്വാധീനിച്ചു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. 1911 മാർക്കോണിക്ക് നോബൽ സമ്മാനം ലഭിച്ചപ്പോൾ ടെസ്ല വളരെയധികം കോപാകുലനായി. അദ്ദേഹം 1915 മാർക്കോണിയുടെ കമ്പനിക്കെതിരെ കേസ് കൊടുത്തെങ്കിലും ഒരു കൂറ്റൻ കോർപ്പറേഷനെതിരെ നിയമയുദ്ധം നടത്താനുള്ള പണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഒടുവിൽ ടെസ്ലയ്ക്ക് നീതി ലഭിച്ചു. പക്ഷേ അത് കാണാൻ അദ്ദേഹം ജീവിച്ചിരുന്നില്ല. 1943 ടെസ്ല മരിച്ച് മാസങ്ങൾക്ക് ശേഷം അമേരിക്കൻ സുപ്രീം കോടതി റേഡിയോയുടെ യഥാർത്ഥ പേറ്റൻറ്റ് ടെസ്ലയുടേതാണെന്നുള്ള വിധി പ്രഖ്യാപിച്ചു. എന്നാൽ അതിനൊരു സ്വാർത്ഥമായ കാരണം കൂടി ഉണ്ടായിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ തങ്ങളുടെ പേറ്റൻറ്റുകൾ ഏകപക്ഷീയമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് മാർക്കോണിയുടെ കമ്പനി അമേരിക്കൻ ഗവൺമെൻറ്റിനെതിരെ കേസ് കൊടുത്തിരുന്നു. ടെസ്ലയുടെ പേറ്റൻറ്റിന് സാധ്യത നൽകുന്നതിലൂടെ ഗവൺമെൻറ്റിന് മാർക്കോണിയുടെ പേറ്റൻറ്റിന് പണം നൽകുന്നത് ഒഴിവാക്കാൻ പറ്റും. സാങ്കേതിക വിദ്യയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ടെസ്ല ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അതിലൂടെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയിരുന്നു. യുദ്ധത്തെ പോലും അത്തരത്തിൽ തടുക്കാൻ പറ്റും. 1930-കളിൽ യൂറോപ്പിൽ വീണ്ടും യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയപ്പോൾ തൻ്റെ 78-ാമത്തെ വയസ്സിൽ ടെസ്ല ലോകത്തെ ഞെട്ടിച്ചൊരു പ്രഖ്യാപനം നടത്തി. 1934 ന്യൂയോർക്ക് ടൈംസിൻ്റെ 1-ാമത്തെ പേജിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ടെസ്ല പുതിയ ഡെത്ത് ബീം വെളിപ്പെടുത്തുന്നു. ചാർജ് ചെയ്ത കണികകളുടെ അതിശക്തമായ ഒരു പ്രവാഹം ഉപയോഗിച്ച് 400 കിലോമീറ്റർ ദൂരെയുള്ള 10,000 ശത്രു വിമാനങ്ങളെ ഒറ്റയടിക്ക് തകർക്കാൻ ഇതിന് കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഓരോ രാജ്യത്തിനും ഇതൊരു അദൃശ്യമായ ചൈനീസ് മതിൽ തീർക്കുമെന്നും അതിലൂടെ യുദ്ധം അസാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ അദ്ദേഹം അതിനെ സമാധാന രശ്മി അഥവാ പീസ് ബീം എന്ന് വിളിക്കാനാണ് ആഗ്രഹിച്ചത്. ഈ ആശയം വളരെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചു. സാമ്പത്തിക സഹായത്തിനായി അദ്ദേഹം പലരെയും സമീപിച്ചെങ്കിലും ആരും അത് ഗൗരവകരമായിട്ട് എടുത്തില്ല. ഒടുവിൽ നിരാശനായ അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ വിശദമായ രേഖകൾ അമേരിക്ക, കാനഡ, ഇംഗ്ലണ്ട്, സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെ പല രാജ്യങ്ങൾക്കും അയച്ചു കൊടുത്തു. ടെസ്ലയുടെ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചത് സോവിയറ്റ് യൂണിയനായിരുന്നു. 1939 അവർ ഈ പദ്ധതിയുടെ ഒരു ഘട്ടം പരീക്ഷിക്കുകയും ടെസ്ലയ്ക്ക് $25,000 ഒരു ചെക്ക് നൽകുകയും ചെയ്തു.
പ്രതിരോധത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു ആയുധമായിരുന്നു ടെസ്ലയുടെ സ്വപ്നം. എന്നാൽ അത് പൂർണ്ണമായും യാഥാർത്ഥ്യമായോ എന്നുള്ളത് ഇന്നും ഒരു തർക്ക വിഷയമാണ്. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തൻ ആശയങ്ങൾക്ക് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം ഒരു പരാജിതനായിരുന്നു. തൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം നൽകിയില്ല. വിവാഹം കഴിച്ചാൽ തൻ്റെ ചിന്ത ശാസ്ത്രമേഖലയിൽ നിന്ന് മാറി അതിൻ്റെ ശ്രദ്ധ മാറുമെന്ന് കരുതി അദ്ദേഹം ആ ജീവിതവും വേണ്ടെന്ന് വെച്ചു. മാനവരാശിക്ക് ഇത്രയധികം സംഭാവനകൾ നൽകിയ ഒരു മഹാപ്രതിഭ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാളുകളിൽ ആരോരുമില്ലാതെ, വാടക പോലും കൊടുക്കാൻ പണമില്ലാതെ ന്യൂയോർക്കിലെ ഒരു ഹോട്ടൽ മുറിയിൽ കിടന്നാണ് ലോകത്തോട് വിട പറഞ്ഞത്. ചരിത്രം വൈകിയാണെങ്കിലും കാലം അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരവ് നൽകുകയാണ് ഇന്ന് ചെയ്യുന്നത് എന്ന് ടെസ്ലയെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒഴിവാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിംപ്ലി കിട്ടുന്ന കാര്യങ്ങളാണ്. എനിക്ക് സ്ട്രൈക്ക് ചെയ്ത, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയ, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്ത വിഷയങ്ങളാണ് ടെസ്ലയെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇതിൽ കൂടുതൽ പറയാനുണ്ട്. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ നമ്പറിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പറയാം. പക്ഷേ ഇതാണ് അതിൻ്റെ ക്രക്സ്. എന്തായാലും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എന്നാൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല, ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഏത് മേഖലയിലും വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കോഴ്സ് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടി ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ